എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഇന്നിപ്പോൾ എന്താ വെച്ചാൽ വളരെ വിശേഷപ്പെട്ട ദിവസമാണല്ലോ, കർക്കിടകം 1. അപ്പോൾ നമ്മൾ കർക്കിടക മാസം തുടങ്ങായി. അപ്പോൾ കർക്കിടക മാസത്തിലെ ആ ഒരു വിശേഷങ്ങൾ, അതായത് 1-ാം തീയതിയിലെ വിശേഷം, നമുക്ക് അമ്മേൻ്റെ വായന ഉണ്ട്, അതായത് രാമായണ വായന ഉണ്ട്. പിന്നെ ഉച്ചഭക്ഷണം, നമ്മളെ കർക്കിടക മാസത്തിലെ ആ ഒരു നാടൻ ഉച്ചയൂണ്, രാവിലത്തെ ഒക്കെ എല്ലാം ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന വൈകലി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ചാരിയ പൈതാനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യാമൂർത്തി ജീവശക്തി സംഭവൻ ദേവൻ വാരണാമകൻ മമ പ്രാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിയിടുക നാരദാമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണാഭിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനത്തെ കേണാകാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോൽമുഖ വാരിജാവാസേ ബാലെ വാരിധി തന്നിപ്തിരമാല കേടന്ന പോലെ ഭാരതീപതാവരി തോന്നേണം കാലേ കാലേ പാരാതെ തരട്ടണം മേന്മേൽ വന്നലച്ചീലേ വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുവസുതാനന്ദനാപുത്തൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നാഥബോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണന പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. ഇപ്പോൾ നല്ല ഗംഭീര മഴയാണ് കർക്കിടക മാസം 1-ാം തീയതി തന്നെ. അമ്മ വായന കഴിഞ്ഞ് ഞങ്ങൾ ചായ പലഹാരത്തിൻ്റെ ഉണ്ടാക്കലാണ്. വെള്ളപ്പത ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വെള്ളപ്പം, പിന്നെ ഇതാ കറി ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ഗ്രീൻ പീസിൻ്റെ കറി അതാണ് ഉണ്ടാക്കിയത്. കർക്കിടക മാസം 1-ാം തീയതിയിലെ നമ്മൾ ചായ കുടിക്കലായി. അപ്പോൾ നമ്മൾ വീടിൻ്റെ സൈഡിൽ അവിടെ ചേമ്പ്, വലിയ ചേമ്പിൻ്റെ ആണത്, ചേമ്പ് തണ്ട് എടുക്കട്ടെ. ഇലയുടെ വലിപ്പം നോക്കി, ഇത്രയൊക്കെ വലിപ്പം ഉണ്ടാവൂലേ? ഇലേന്റെ വലിപ്പം കണ്ടില്ലേ ചേമ്പിന്റെ ഇല. നമുക്ക് ഇലേന്റെ ഇവിടെ മുറിക്കാം.
നല്ല വലിപ്പമുള്ള തണ്ടും അതേ കണ്ടില്ലേ. നമുക്ക് അങ്ങനെ മുറിക്കല്ലേ കുറേശ്ശെ. ഇതുവരെ ഇതിലിങ്ങനെ പൊളിച്ചെടുത്താൽ ഉണ്ടോ കിട്ടുന്നുണ്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ ഈ പുറത്തുനിന്ന് പപ്പായ എടുക്കണം നമുക്ക്. ഇവിടുന്ന് ഇതാണ് എടുക്കാനുള്ളത്. നമ്മൾ പപ്പായ എടുത്തത് ഇതാണ്. മതിയില്ലേ? പാകം പാകം മതി. അപ്പോൾ നമുക്കിതാ നമ്മളെ പപ്പായ, ചേമ്പ്, തണ്ട് ഒന്ന് മുറിച്ച് നോക്കട്ടെ. ആ കണ്ടോ, നല്ല മൂത്തുണ്ട്. വലിപ്പമുള്ള കുറവ് കണ്ടില്ലേ. അത്യാവശ്യം നല്ല ചെറിയൊരു പഴുപ്പ് വരുന്ന പോലെ ഉണ്ട്. ഇത് മതിയല്ല നമുക്ക്. നമുക്ക് ചെറിയ ചേമ്പ്, ഇത് കുറച്ച് നല്ല വലിപ്പമുണ്ട്, ചെറിയ ചേമ്പാണ്. അപ്പോൾ നമ്മളെല്ലാം ഒക്കെ ഒന്ന് റെഡിയാക്കി പപ്പായൊക്കെ തോലൊക്കെ ചെത്തി നമ്മൾ കഴുകിയവിടെ വെച്ചു. ഇത് നമുക്ക് നുറുക്കണം. നല്ല നാടൻ 3 കഷ്ണങ്ങൾ. ഇന്നത്തെ ദിവസം വലിയ പ്രധാനമാണല്ലോ ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ നുറുക്കിയത് അവിടെ ഉണ്ട്. എടുത്തരാം തോണ്ടിയെടുക്കാനല്ലേ? മതിയോ? മതി അയച്ചിടും. ഈ കുരുവിക്കോട്ട് പോകും. പിന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യല് തേങ്ങാപ്പാലിലുള്ള ശർക്കര പായസം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഉണങ്ങല്ലേരിയാണ്. 2ാം പാല് വാർന്നാണ്. ഇത് പിന്നെ 1ാം പാല്. നമ്മളെ പായസവും ഇവിടെ റെഡിയായി. വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഉരുളിയിൽ ഇങ്ങനെ പരന്ന് കാണുകയെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയമായി. ഏതായാലും കർക്കിടക മാസം 1-ാം തീയതിയിലെ ഉച്ചയൂണ് നമുക്ക് ഏതായാലും വിളമ്പട്ടെ. വറുത്തത് ഇപ്പോൾ നല്ല നമ്മൾ കാന്താരി മുളകൊക്കെ അരിഞ്ഞിട്ട് തൈര്.
അപ്പോൾ നമ്മളെ കർക്കിടക മാസം 1-ാം തീയതിയിലെ ഉച്ചയൂണ് ഏറെക്കുറെ എല്ലാം നാടൻ വിഭവങ്ങൾ തന്നെയാണ് ചോറൊക്കെ. നമ്മളിപ്പോൾ ഇന്ന് ഇലക്കറി കൂട്ടുന്നതാണല്ലോ പറയാം, പത്തലക്കറിയൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളിതിൽ എന്ന് വെച്ചാൽ ഈ സാധാരണ നമ്മളെ ഊഷൻ അതുണ്ടാക്കിയാൽ 2 മുരിങ്ങേൻ്റെ ഇലേൻ്റെ 2 അല്ലി പിന്നെ 2 ചീരൻ്റെ ഇലേൻ്റെ പവിടല്ല അത് അങ്ങനെയുള്ള 1-2 ഇലകളാണ് അതിൽ ആ കറിയിലാണ് ചേർത്തു. പിന്നെ ആ ഒരു എണ്ണത്തിനായി അതിന് വേണ്ടിയിട്ട്. പിന്നെ പായസമൊക്കെ ഉള്ളതുകൊണ്ട് മെഴുക്കുവരട്ടിയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒഴിവാക്കി. പാക അടുത്ത കൈ കൊണ്ടല്ലെടുക്കുക, എടുത്തോളൂ. അപ്പം ഇനി ഊണ് കഴിഞ്ഞ ശേഷമുള്ള പായസം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.